Did you wait too long? Tell him that you love him, but he's already gone, darling. Did you make two wrongs? Know that daddy never made a right before, darling. You were never made to be the judge, darling. He never changed his way for me to budge, darling. It's feeling like a cold dark winter and the sun still behind the trees, yeah. She asked me if I had another minute and I ain't had the heart to leave, yeah. It's feeling like a cold dark winter and the sun still behind the trees, yeah. She asked me if I had another minute and I ain't had the heart to leave. One day I'll be everything you ever wanted, Until then I'll be out here fighting like it's nothing through the cold dark winter. Or did you say goodbye, knowing damn well everybody gon' die someday? Did you waste my വേണം ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചൊക്കെ പ്രേക്ഷകരുടെ എക്സ്പീരിയൻസ് നമ്മൾ കണ്ടു. ഇത് ഇങ്ങനെ ഒരു സിനിമ ഒരു ഓണക്കാലത്ത് മലയാളിലേക്ക് എത്തുമ്പോൾ അതും പ്രത്യേകിച്ച് ആ ഒരു ടൈറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം വൈശാഖ് മൂവി. കാരണം എന്നും ആഘോഷങ്ങളുടെ മധുരം ഇരട്ടിയാക്കാൻ വരുന്ന ഒരു സമ്മാനമാണ് മലയാളികൾക്ക് വൈശാഖ് മൂവി. ഐ തിങ്ക് ഇന്ന് ഈ സ്റ്റേജിലേക്ക് ഈ ഒരു മീറ്റ് ഇവിടെ നടക്കുമ്പോൾ ഇതിന്റെ ആക്ച്വൽ ഉദ്ദേശത്തിലേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വരുമെങ്കിലും ഇപ്പോ ആദ്യം ഈ വേദിയിലേക്ക് വിളിക്കേണ്ടത് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഹിം, റൈറ്റ്? ക്യാപ്റ്റനെ തന്നെയാണ് ഖലീഫയുടെ. നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട വൈശാഖേട്ടൻ. ഒരു സ്ട്രോങ് കൈയടി നൽകിക്കൊണ്ട് തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. വിത്ത് ഓൾ ദ ലവ്. മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന മലയാളി സിനിമ പ്രേക്ഷകർക്ക് എന്നും മലയാള സിനിമയെ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള സിനിമകൾ നൽകിയ ആളാണ് വൈശാഖേട്ടൻ. വൈശാഖേട്ടൻ പറയാനുള്ള വാക്കുകളിലേക്കാണ് ഞങ്ങൾ ആദ്യം കിടക്കുന്നത്. I'll pass the mic to you. എല്ലാവർക്കും നമസ്കാരം. കുറേ കാലത്തെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഖലീഫ പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയത്. എല്ലാ സിനിമയും തീർച്ചയായും അങ്ങനെയാണ്. കുറേ കാലത്തെ പരിശ്രമങ്ങൾ, അതിനുശേഷം ഒരു റിലീസ് തീയതി വരുന്നു, അന്ന് സിനിമ റിലീസ് ചെയ്യുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് അന്ന് മാറുക. അങ്ങനെ പല ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ഒരു സംവിധായകനാണ് ഞാൻ. ഭൂരിപക്ഷം വരുന്ന സാധാരണ പ്രേക്ഷകരെ രസിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും തിയേറ്റർ ഒരു ആഘോഷമാക്കി മാറ്റാനും ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സിനിമയ്ക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത്. ജീനു ഈ ചിത്രത്തിലേക്ക് വിളിച്ചപ്പോഴും അങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഖലീഫ ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിലീസിന് ശേഷം ലഭിക്കുന്ന തിയേറ്റർ റെസ്പോൺസിൽ നിന്ന്, ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മറ്റെല്ലാ സെലിബ്രേഷൻ സിനിമകളും പോലെ ഈ സിനിമയും അതിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് തന്നെയാണ്. ഈ സിനിമയിൽ എൻ്റെ കൂടെ സഞ്ചരിച്ച ധാരാളം ആളുകളുണ്ട്, ടെക്നിക്കൽ ക്രൂവിലും ആക്ടേഴ്സൊക്കെ ആയിട്ട്. വളരെ ഈ സിനിമയിൽ ഞങ്ങൾക്കിങ്ങനെ അഹമ്മദ് അലി എന്ന് പറയുന്നൊരു കഥാപാത്രം ആദ്യം ഉണ്ടാവുകയും അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തപ്പോൾ അയാളുടെ ഒരു വലിയ വേൾഡുണ്ട്. അഹമ്മദ് അലി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു വലിയ വേൾഡുണ്ട്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഏഡായിട്ടാണ് ഖലീഫയുടെ ആദ്യ ഭാഗം പറയാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഇങ്ങനെ ഒരു ലെഗസിയുള്ള ഒരു വലിയ കഥാപാത്രത്തെ ആര് ചെയ്താലാണ് നന്നാവുക, ആരോടാണ് സംസാരിക്കേണ്ടത്. പക്ഷെ അധികം ആലോചിക്കാതെ തന്നെ ലാലേട്ടനല്ലാതെ, മോഹൻലാൽ അല്ലാതെ മറ്റാരാണ് അതിനൊരു ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് വരികയും നമ്മൾക്ക് ഇതെങ്ങനെ പറയും, അദ്ദേഹം അതെങ്ങനെയാണ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾക്കിടയിൽ രാജു സാറിനോട് സംസാരിച്ച സമയത്ത് തന്നെ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പിന്നീട് ഇതിൻ്റെ ശരിക്കുള്ള അഹമ്മദ് അലിയുടെ സാമ്രാജ്യം എന്താണ്, അയാളുടെ കഥയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കി അത് വളരെ ആവേശത്തോടെ
ആ സിനിമയുടെ ഭാഗമാകണം എന്ന ആവേശത്തോടെ ഈ സിനിമയിലേക്ക് വന്ന ലാൽ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹം ഈ സിനിമയിൽ അത്ര വലിയ സാന്നിധ്യമായി വരികയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില കഥാപാത്രങ്ങൾ അവസാനം രൂപപ്പെട്ടു വന്ന സമയത്ത് അങ്ങനെ ആരെയെങ്കിലും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ക്യാരക്ടേഴ്സ് അല്ല, കഥ ഡെവലപ്പ് ചെയ്തപ്പോൾ അവിടെ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും ഇത് ആര് ചെയ്യും എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും സമയത്ത് ടൊവിയെ ജിനു ആദ്യം വിളിക്കുകയും ഇങ്ങനെ ഒരു സന്ദർഭമുണ്ട്, ഇങ്ങനെയാണ് കഥയുടെ രൂപം, ലാലേട്ടനാണത് ചെയ്യുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പെട്ടെന്ന് തന്നെ ടൊവിയുടെ റെസ്പോൺസ് എനിക്ക് കാശ് പോലും തരണ്ട, ഞാൻ വന്ന് ചെയ്തോളാം എന്നായിരുന്നു. താങ്ക് യു ടൊവി, താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് അസ്. അതുപോലെ സൗബിൻ ഇതുപോലെ തന്നെ ഒരു എൻട്രി നമുക്ക് ആവശ്യമായി വരുന്ന, ഞാൻ കഥയുടെ വിശദാംശങ്ങൾ പറയുന്നില്ല കാരണം അത് അടുത്ത സിനിമയുടെ സർപ്രൈസുകളാണ്. വളരെ പ്രധാനപ്പെട്ട വളരെ ക്രൂഷ്യലായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ടൊവിയുടെയും സൗബിൻ്റെയും ഒക്കെ അടുത്ത പാർട്ടിലെ കഥാപാത്രങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. അപ്പോൾ സൗബിനെയും ഇതുപോലെ നമ്മൾ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച സമയത്ത് വളരെ സന്തോഷത്തോടെ വന്ന് ഇന്ന് അത് തിയേറ്ററിൽ കണ്ട സമയത്ത് ആ കോൺട്രിബ്യൂഷൻ, അവരുടെ പ്രസൻസ് എത്രത്തോളമാണ് ഈ സിനിമയ്ക്ക് ഹെൽപ്ഫുൾ ആയതെന്ന് എന്നെ പോലെ തന്നെ പ്രേക്ഷകർ എന്ന നിലയിൽ നിങ്ങളും കണ്ടതാണ്. പ്രത്യേകം നന്ദി സൗബിൻ ഈ സിനിമയിലേക്ക് വന്നത്. പിന്നെ ഉള്ളത് എൻ്റെ രാജുവാണ്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല, കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജിനു ഒറ്റയ്ക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്ത ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സ്വപ്നമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത്രയും വലിയ ഒരു സിനിമ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും പാവം എൻ്റെ ജിനു വി എബ്രഹാമിനൊന്നുമില്ല. ആളുടെ കയ്യിലുള്ളത് കുറേ വലിയ സ്വപ്നങ്ങളും ഒട്ടുക്കത്തെ കോൺഫിഡൻസും മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി ഇത്രയും വലിയൊരു സ്വപ്നവുമായി ഇറങ്ങിയ സമയത്ത് ചങ്കായി ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ് പൃഥ്വിരാജ്. ഈ സിനിമയിലെ ഒരു നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഈ പ്രോജക്റ്റിൻ്റെ രൂപപ്പെടൽ മുതൽ റിലീസ് വരെ അനുദിനം നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു ഭാഗമായി നിന്ന് അതിന് വേണ്ടതെല്ലാം ചെയ്തു തന്ന പൃഥ്വിയുടെ ഒരു ശ്രമമാണ് ഈ സിനിമയിൽ ഇന്ന് ഇത്രയും വലിയ ഒരു വിജയത്തിലേക്കും ഇത്രയും വലിയ ഒരു പെർഫെക്ഷനുള്ള, ടെക്നിക്കലി പെർഫെക്ഷനുള്ള ഒരു സിനിമയാക്കി മാറ്റുന്നതിനും ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യിക്കുന്നതിനുമൊക്കെ ഏറ്റവും സഹായകരമായി മാറിയത്. ഒരുപാട് എഫേർട്ട് ഇട്ടാണ് പൃഥ്വി ഈ സിനിമ ചെയ്തത്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷറികൾ ഉണ്ടായിരുന്നില്ല. ലൈക്ക് കുറേ ദിവസങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് സാർ വന്നു. ലാൽ സാർ വന്നു. ഞാൻ സാറിനെ വെൽക്കം ചെയ്ത ശേഷം ഞാൻ സംസാരിച്ചോളാം കേട്ടോ. ലാൽ സാർ വന്നു എന്ന് പറഞ്ഞ് സ്പീച്ച് മിഡ്വേ നിർത്താണ്. ലാൽ സാർ ഒന്ന് പെർമിറ്റ് ചെയ്താൽ സംസാരിച്ചോളൂ. ലാൽ സാർ സ്വാഗതം. ഇനി ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു തിരക്കഥാകൃത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു സ്വപ്നം, ഒരു വലിയ സ്വപ്നത്തെക്കുറിച്ചിട്ടാണ്. തീർച്ചയായും എല്ലാ സിനിമകളും ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ഒരു തിരക്കഥാകൃത്തിൻ്റെ മനസ്സിലാണ്. ശ്രീ ജിനു വി എബ്രഹാം, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഖലീഫ, അതൊരു സിനിമയായി ബിഗ് സ്ക്രീനിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി അദ്ദേഹം നിർമ്മാതാവിൻ്റെ റോളും കൂടി ഈ സിനിമയിൽ നിർവഹിക്കുകയുണ്ടായി. വർഷങ്ങളുടെ പ്രയത്നമാണ്. അത് വളരെ മനോഹരമായി തന്നെ അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്തു. ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ ജിനു വി എബ്രഹാം. ചേട്ടാ,
വലിയൊരു സ്വപ്നം, വലിയൊരു ജേണി ഇന്ന് സിനിമ പ്രേക്ഷകർക്കായി കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഈ മൊമെന്റിൽ പറയാനുള്ളത്? അല്ല, അനപൂർണ്ണ പറഞ്ഞൊരു സ്വപ്നമാണ്. ഈ സ്വപ്നം എന്താ പറയുക, യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ശരിക്കും. അതിനകത്ത് ഇപ്പം രാജുവായിട്ട് ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്, ടൊബി ബ്രോയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്, സൗബി ബ്രോയുടെ ആദ്യമായിട്ടാണ്. ഈ ഖലീഫയിൽ ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ സ്വപ്നം. ആ സീൻ എഴുതുമ്പം ശരിക്കും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. അതായത് തലേ ദിവസമാണ് ഞാൻ ആ സീൻ എഴുതുന്നത്. രാജുവിനറിയാം, വൈശാഖിനറിയാം, ഞാൻ ആ സീൻ എഴുതുന്നത് തലേ ദിവസമാണ്. ആ ഡയലോഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആ സ്വപ്നം നാളെ നടക്കാൻ പോകുന്നത് വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ ഈ ഡയലോഗാണ്. അത് എനിക്ക് ഞാൻ ഈ സിനിമയിലെത്തി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ ഒരു വരിയെങ്കിലും ലാലേട്ടൻ ഒന്നൊരു ഡയലോഗ് സംസാരിക്കണമെന്ന്. പക്ഷേ അത് നടന്നു. പിന്നെ സിനിമ നമ്മൾ തുടങ്ങി, അത് കറക്റ്റായിട്ട് നമുക്ക് തീർക്കാൻ പറ്റി, കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റി. അതൊക്കെയും ഒരു വലിയ സ്വപ്നമായിട്ടാണ് കാണുന്നത്. ആ സ്വപ്നത്തിൻ്റെ എന്താ പറയുക, ഒരു നല്ല പൂർത്തീകരണം, ഒരു പുതിയ തുടക്കവും ഉണ്ടാകാൻ പോകുന്നതിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതിന് എൻ്റെ ഒപ്പം നിന്ന് എല്ലാവരും, ഇപ്പം ശേഖരനാണെങ്കിലും രാജു ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും ടോയ് ബ്രോ ആണെങ്കിലും എല്ലാവരും, സൗബിൻ ബ്രോ, എല്ലാവരും, ഞാൻ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. അതൊക്കെ എന്താ പറയുക. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു ആസ് എ ടെക്നീഷ്യൻ എൻ്റെ ഒപ്പം നിന്ന് ഈ സിനിമ തീർക്കാൻ എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ടെക്നീഷ്യന്മാരും നമ്മളൊപ്പം നിന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഈ എന്താ പറയുക നന്ദി പറയുകയാണ്, ഈ സ്വപ്നം എനിക്ക് പൂർത്തീകരിച്ച് തരാൻ എൻ്റെ ഒപ്പം നിന്നതിന്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള എൻ്റെ ഒപ്പം എന്നെ എല്ലാ രീതിയിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് സിജോ, സൂരജ്, എംബോക്സിൻ്റെ നീലീഷ്, ഡോക്ടർ, അതുപോലെ തന്നെ ശ്രീലാൽ, എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. അവരോടും ഞാൻ ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു സ്വപ്നമായിരുന്നു പറഞ്ഞു. ആ ഒരു സ്വപ്നം തുടങ്ങി, ആ സ്വപ്നത്തിന് ജീവൻ വെച്ചു. ഇന്ന് ആ സ്വപ്നം അത് മലയാളി സിനിമാ പ്രേക്ഷകരെല്ലാവരും ഒരുമിച്ച് ആസ്വദിച്ചു തുടങ്ങി. ഇതൊരു ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതൊരു ആഘോഷമായി മാറുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം ചെല്ലുന്നത് ഒരു മുഖം കാണാനാണ്. കാരണം ഇതിന്റെ പോസ്റ്ററിലൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു ഗ്ലിംസ് വന്നപ്പോൾ തന്നെ ആ ഒരു BGM ബാക്കിൽ നിന്ന് നടന്നു പോകുന്ന ഒരു ഷോട്ട് നമുക്ക് വിൽ ഗോ ഫോർ ദാറ്റ്, റൈറ്റ്? സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരു വലിയ കൈയ്യടി നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യാം വൺ ഓഫ് ദി ടോപ്പ് ടിയർ മലയാളം സിനിമ ഇന്റലക്ച്വൽ. വി ഹാവ് ഈ ഓണക്കാലത്ത് മലയാളികളുടെ ഖലീഫ ആമിർ അലി. സ്വാഗതം ചെയ്യുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. രാജേട്ടാ, ഖലീഫയുടെ സന്തോഷത്തിലാണ്. ഓവർ ടു യു. താങ്ക് യു സോ മച്ച്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആൻഡ് ഓൾ ദി അതർ ഗസ്റ്റ്, താങ്ക് യു ഇവിടെ വന്നതിന്. ആദ്യം തന്നെ ഖലീഫ എന്ന ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു വരവേൽപ്പ് നൽകിയ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു സിനിമ ഈ എക്സൈറ്റ്മെന്റോടുകൂടി ഒരു സിനിമ വരവേൽക്കുക എന്ന് പറയുന്നത് തന്നെ ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്ക് ഒരു വലിയ സന്തോഷവും അംഗീകാരവും കിട്ടിയതുപോലെയാണ്. സോ ഫസ്റ്റ്ലി താങ്ക്സ്, ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു സിനിമയല്ല. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ജോണറിൽപ്പെട്ട സിനിമകൾ വിരളമാണ്. അത്തരം സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ് ഞാൻ ഏതു തരം എന്ന് പറഞ്ഞാൽ, ഈ സിനിമ കൺസീവ് ചെയ്യപ്പെടുന്ന ദിവസം മുതൽ ഇതിന്റെ റിലീസ് വരെ ഈ സിനിമയുടെ ടീം ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു, ഞങ്ങൾ എന്താണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊരു ഹൈ കോൺസെപ്റ്റ് സിനിമയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു കഥ പറയുന്ന സിനിമയോ ഒന്നുമല്ല. നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ആ വീഡിയോയിലുള്ള തിയേറ്ററിൽ കാണുന്ന ആ എക്സ്പീരിയൻസ്, അത്തരം ഒരു മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമ കുടുംബസമേതം കണ്ട് ആസ്വദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇന്ന് ഈ സിനിമ റിലീസായി ഈ നേരം വരെ അത്തരം ഒരു എക്സ്പീരിയൻസ്
തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് ആ സന്തോഷം ഞങ്ങളെ അറിയിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് നന്ദി. സിനിമ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വൈശാഖ്, ജിനു ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ എല്ലാ സിനിമകളെ പോലെയും ഇതും ഒരു വലിയ ഡ്രീമാണ്. പക്ഷേ ഈ സിനിമയുടെ പിറകിൽ ഈ സിനിമ മാത്രമായിരുന്നില്ല സ്വപ്നം. ഈ സിനിമയുടെ ആദ്യ കഥ ജിനു എന്നോട് ഷെയർ ചെയ്യുന്ന ദിവസം മുതൽ ഇതിൽ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ആ കഥാപാത്രത്തിന്റെ ലെഗസിയുമാണ് ഈ സിനിമയുടെ ഒരു ഫൗണ്ടേഷൻ എന്നോട് പറഞ്ഞിരുന്നത്. 2022 തിരക്കഥ എഴുതിയപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമായി ഇതിന്റെ തിരക്കഥയിൽ ജിനു എഴുതിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെയാണ് വൈശാഖ് പറഞ്ഞ പോലെ ഇത് ലാലേട്ടൻ ചെയ്താൽ ആ കഥാപാത്രത്തിന് ഭയങ്കരമായ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നതും ലാലേട്ടനെ ഞങ്ങൾ അതിനുവേണ്ടി സമീപിക്കുന്നതും. അദ്ദേഹം അതിന് യെസ് പറഞ്ഞു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ഈ സിനിമയിൽ വന്നൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. ആൻഡ് സോ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹു യു ആർ ആൻഡ് ബീയിങ് പാർട്ട് ഓഫ് ദിസ് ഫിലിം. ഈ സിനിമ കണ്ടവർക്ക്, ഇതിനോടകം കണ്ടവർക്ക് അറിയാം, ഇത് ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിന്റെ ജെനസിസ് എന്ന് പറയുന്നത് മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുന്ന ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു വലിയ ലോകത്തിന്റെ ഒരു വലിയ കഥയുടെ വളരെ എക്സൈറ്റിംഗ് ആയ പ്രോജക്ട്സുമാണ് എല്ലാം. ആ സിനിമകളുടെ ഒന്നും ജോണറുകൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ ജോണറിൽപ്പെട്ട ഒരു മെയിൻ സ്ട്രീം മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ സിനിമ എന്ന് പറയപ്പെടുന്ന ജോണറിൽപ്പെട്ട ഒരു സിനിമയിൽ അദ്ദേഹത്തിനെ അങ്ങനെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹം ആ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ സിനിമയിൽ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതൊരു സ്വപ്ന തുല്യമായ സിനിമയായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൺസ് അഗെയിൻ ഇന്നിവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ ടീമിനെ കുറിച്ചാണ്. സ്റ്റാർട്ടിങ് വിത്ത് ജിനു. ഞാൻ ജിനുവിനെ കുറിച്ച് തിരക്കഥാകൃത്തായിട്ടാണോ നിർമ്മാതാവായിട്ടാണോ സംസാരിക്കണം ഒരു കൺഫ്യൂഷൻ എടുക്കുന്നത്. കാരണം ഐ ബിലീവ് ജിനു ഒരു തിരക്കഥാകൃത്തായിട്ടും ഒരു നിർമ്മാതാവായിട്ടും ഈക്വലി ഫ്ലറിഷ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഖലീഫ. ഒന്ന്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ തിരക്കഥയാണത്. രണ്ട്, ഈ സിനിമ ജിനു പുൾ ഓഫ് ചെയ്ത, നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. കാരണം ഇത് ഒന്നാമത് ഒരു വലിയ സിനിമയാണ്, രണ്ടാമത് വലിയ ചലഞ്ചസ് ഇടയിൽ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ ഇതിന്റെ ഒരു ഫോറിൻ ഷെഡ്യൂളിന് പോകാൻ നിൽക്കുമ്പോഴാണ് ഗൾഫ് കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതും. ആ സമയത്തൊക്കെ എങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് ചേഞ്ച് ചെയ്ത് അത് കൃത്യമായി അതിനെ ഒട്ടും കൺട്രോൾ പോകാതെ ഈ പ്രോജക്റ്റിനെ കൊണ്ടു നടന്നു എന്ന് പറയുന്നത് ശരിക്കൊരു മാസ്റ്റർ ക്ലാസ് ഇൻ ഫിലിം പ്രൊഡക്ഷൻ ആയിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ടു ജിനു ഫോർ ദാറ്റ്. ജിനു മാത്രമല്ല, ജിനുവിനോടൊപ്പം കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന ഞങ്ങളുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. സൂരജ്, സിജോ, ശ്രീലാൽ, ടു ഓൾ ഓഫ് യു. ഈ സിനിമ ഇന്ന് ഈ ഒരു സ്കെയിലിൽ, ഈ ഒരു രൂപത്തിൽ എത്തിപ്പെട്ടതിൽ നിങ്ങളുടെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് ഐ സിൻസിയർലി താങ്ക് ഓൾ ഓഫ് യു ഫോർ ദാറ്റ്. വൈശാഖ് 15 വർഷങ്ങൾക്ക് മുമ്പാണ്, 15 തോന്നുന്നു, വൈശാഖിന്റെ ആദ്യ സിനിമയായ പോക്കിരി രാജയിൽ വൈശാഖ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. ഇൻഡിപെൻഡന്റ് ഡയറക്ടോറിയൽ കരിയറിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് എന്റെ ക്ലോസപ്പ് ആണ്. 15 വർഷങ്ങൾ വേണ്ടി വന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ. ഐ എം ട്രൂലി ഹാപ്പി. അതിനുശേഷം ആദ്യ സിനിമയിൽ നിന്ന് ഇന്ന് ഖലീഫയിൽ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് വലിയ കമേഴ്ഷ്യൽ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച് 100 കോടി എന്നൊക്കെ പറയുന്ന തുകകൾ നമുക്ക് പരിചിതമാക്കി തന്ന സംവിധായകനാണ് വൈശാഖ്. അപ്പോൾ ആ വൈശാഖിന്റെ കൂടെ വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ ഐ എം പ്രൗഡ് ഓഫ് ഹിം ആൻഡ് ഐ എം റിയലി റിയലി ഹാപ്പി. Once again, it's a very very happy day for us and very very exciting day for us. കാരണം ഇത് ഖലീഫ പാർട്ട് 1 എന്ന സിനിമയുടെ യാത്രയുടെ ഒരു തരത്തിലുള്ള പര്യവസാനം മാത്രമല്ല, ഇത് മറ്റൊരു യാത്രയുടെ തുടക്കം കൂടിയാണ്. അപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യാൻ എല്ലാ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും I'd like to welcome the one and only Mambarakal Ahmed Ali Lalayapan onto the stage. Could I please?
ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. ഒരു യാത്രയുടെ ഇടയിൽ കയറി വന്ന ഒരാളാണ് ഞാൻ എയർപോർട്ടിലോട്ട് പോവാണ്. ഞാനിന്ന് പുറത്തേക്ക് പോവാണ്. ഈ സിനിമയിൽ അതുപോലെയാണ്. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കയറി വന്ന ഒരാളാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ വിജയമായി മാറണമേ എന്ന് തന്നെയാണ്. എല്ലാ സിനിമകളും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു അധ്വാനം, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എന്തായാലും എനിക്കെങ്ങനെ ഒരു റോള് തന്ന ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരനും അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച പൃഥ്വിക്കും എല്ലാവർക്കും ഉള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എപ്പോഴും സിനിമകൾ സക്സസ്ഫുൾ ആകുമ്പോഴാണല്ലോ ഇനി അടുത്ത സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും മനോഹരമായ ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാമ്പറയ്ക്കൽ അഹമ്മദ് ഹാജി, സോറി അലി, അതിലൊരു പാവം മനുഷ്യനാണ്. അയാൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കും. താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല രാത്രി നേരുന്നു. താങ്ക് യു. ഞാൻ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി, ചേച്ചി സോറി ഞാൻ കണ്ടില്ല, സമ്മതത്തോടു കൂടി ഇത് കഴിഞ്ഞാൽ പോവും. എനിക്ക് എയർപോർട്ടിൽ പോകണം. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. എന്തായാലും ഇപ്പോൾ പോയില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോകും. താങ്ക് യു. ലാലേട്ട ഒന്ന് തുടരണം, ഒരു സെക്കൻഡ് പെട്ടെന്ന് വിടാം. നമുക്കതിന് മുമ്പായി വൈശാഖേട്ടൻ, ജിൻഷേട്ടൻ, ടോവിനോ, സൗബിൻ, ദയവായി ഒന്ന് നമുക്ക് എല്ലാവരും ഇന്ന് കൂടിയപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയതെന്ന് മാത്രം പറഞ്ഞിരുന്നില്ല. ഇത് ഇന്ന് ഒരു യാത്ര അവസാനിക്കുകയല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു സർപ്രൈസ് എലമെന്റ് കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. പ്ലീസ് ദയവായി സഞ്ജു, ഇന്ദ്രൻ സാറിനെയും സ്വാഗതം ചെയ്യാണ്. സാദിഖ് ഒന്ന് ജോയിൻ ചെയ്യണം. രഞ്ജേട്ടാ പ്ലീസ്. നമുക്കപ്പോൾ എന്താ സർപ്രൈസിന് നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സിനെ കൂടെ ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് മിസ്റ്റർ സൂരജ്, മിസ്റ്റർ ശ്രീലാൽ, ശിവജിത്ത് പ്ലീസ് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ റിലീസ് ആവുന്ന ആ ഒരു ദിവസം തന്നെ എൻറ്റയർ ക്രൂ ഒരുമിച്ച് ഒത്തുകൂടുന്നത്. ആൻഡ് അതിന്റെ പിന്നിൽ ആക്ച്വൽ റീസൺ എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. ഇതൊരു സീക്രട്ട് ആണോ എന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോ ചെറുതായിട്ടൊക്കെ അറിയുന്ന ഒരു സീക്രട്ട് ആണ്. ഓൾറെഡി ഇവിടെ രാജുവേട്ടൻ സംസാരിച്ചപ്പോൾ ഇതിന്റെ ഒരു ഹിന്റ് കൂടെ തന്നിരുന്നു എന്താണ് നമ്മൾ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. രണ്ടുപേരെ കൂടി ഒന്ന് വിളിച്ചോട്ടെ. കൈറ പ്ലീസ് ജോയിൻ us. ഡോൺ, രണ്ടുപേരും ഞങ്ങളോടൊപ്പം ചേർന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സിനിമ കണ്ടവർക്കറിയാം, വളരെ പ്രധാനപ്പെട്ട 2 വേഷങ്ങളാണ്. ജെയ്ക്സേട്ട വരൂ. ഈ സിനിമയിൽ നമ്മൾ വളരെ ആവേശത്തോടെ കണ്ട ഒരുപാട് സീൻസിൽ ജെയ്ക്സേട്ടന്റെ വിരലടയാളം ഉണ്ടായിരുന്നു. ആ ഗ്ലിംസ് വന്ന ഡേ മുതലുള്ള മേജർ ആന്റിസിപ്പേഷന്റെ റീസൺ കൂടെയാണ് വരുന്ന ഗൂസ് ബംസിന്റെ ക്രിയേറ്റർ. ഈ ഓണക്കാലം മുഴുവൻ ജെയ്ക്സേട്ടന്റെ ആണ്, അത് വേറൊരു കാര്യം. സോ ഐ തിങ്ക് ദേ ആർ ഓൾ സെറ്റ്. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിന്റെ റീസൺ എന്താണ് എന്ന് നമ്മളെല്ലാവരും അറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഖലീഫയാണെങ്കിൽ ഇന്ന് വി ആർ ഗോയിങ് ടു റിവീൽ സംതിങ് ഫോർ യു. ലാലേട്ടാ ബസർ സെറ്റാണ്. ലാലേട്ടൻ ഒന്ന് സെന്ററിലേക്ക് വന്ന് ആ ബസർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സീക്രട്ട് റിവീലിംഗ് എന്ന് നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു നല്ല കൈയടിയും ഒച്ചയും ബഹളമൊക്കെ വേണം. നമുക്കൊന്ന് ആഘോഷമാക്കി മാറ്റണം. Darling, you never change, just wait for me to budge, darling. It's feeling like a cold dark wind and the sun still behind the trees, yeah. She asked me if I had another minute and I ain't had the heart to leave, yeah. It's feeling like a cold dark wind and the sun still behind the trees, yeah. She asked me if I had another minute and I ain't had the heart to leave. ഇതിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയത്. ആദ്യ ഭാഗമാണ് ഇത്. നമ്മളെല്ലാവരും തിയേറ്ററിൽ ആഘോഷിച്ചെങ്കിൽ ഇനി കാത്തിരിപ്പ്, മലയാള സിനിമ ആഘോഷിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാത്തിരിപ്പ് പാർട്ട് 2 വേണ്ടിയിട്ടാണ്. സോ ഒരു എന്താണ് ആന്റിസിപ്പേഷന്റെ കഥ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്ലാൻ എന്നറിയണം. ഒരു 2 വാക്ക് എല്ലാവരോടും അബൌട്ട്
ഖലീഫ 2 ദ ലെഗസി? ഒരു പിടിയില്ല. സത്യം പറഞ്ഞാണ്, എനിക്കറിയില്ല. എന്തൊക്കെയോ പരിപാടികളാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ പരിപാടികൾ കറക്റ്റായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ എനിക്ക് രാജുവിനോട് ചോദിച്ചു നോക്കാം. രാജുവേട്ടൻ എന്തായിരിക്കും? അല്ല, എന്നാലും ആദ്യം ഒരു 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 2 വാക്ക് എല്ലാവരോടും. നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തില്ലേ നമ്മുടെ 2 ദ ലെഗസി ഖലീഫ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു ലെഗസിയെ കുറിച്ച് ഈ സിനിമ കണ്ട ആൾക്കാർക്ക് ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ ലെഗസിയുടെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. 1970s and 80s അയാൾ കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യത്തിന്റെയും അയാൾ ഫേസ് ചെയ്ത ഒരു വലിയ ഒരു വാറിന്റെയും ഒരു കഥയുണ്ട്. ആ കഥ ബ്രീഫായിട്ട് ജിനു വൈശാഖിനോടും എന്നോടും പറഞ്ഞിട്ടുണ്ട്. ആ കഥയുടെ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ പാർട്ട് 1 ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആങ്കർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും അതിന്റെ ഇതായി ലാലേട്ടനെ പോയി കാണുന്നതും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരമൊരു വലിയ സ്കെയിലുള്ള ഒരു മാസ് ആക്ഷൻ കമേഴ്ഷ്യൽ സിനിമയിൽ ലാലേട്ടനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. സോ തീർച്ചയായിട്ടും ആ സിനിമ ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് എന്നാണെങ്കിലും അത് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ സിനിമ കാണാൻ പ്രേക്ഷകർക്കിടയിൽ ഞാനും ഉണ്ടാവും, ആ സിനിമയിലും ഞാനും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഇത് കേൾക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് മാത്രമല്ല, ആ സിനിമയിലും ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് an anticipation. Again, a വൈശാഖ് മൂവി വീണ്ടും മലയാള സിനിമ ആഘോഷിക്കുന്നവർക്ക് ഒരു വലിയ ആഘോഷം കൊണ്ടുവരുന്നതായിരിക്കും. ഇനി എല്ലാവർക്കും കാത്തിരിപ്പാണ്. പക്ഷെ നമ്മളിവിടെ ലോഞ്ച് ഒക്കെ ചെയ്തപ്പോൾ ഒരു ഫോട്ടോ എടുക്കണ്ടേ, ലാലേട്ടന് പോകാൻ തിരക്കുണ്ടെന്ന്. അപ്പൊ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്ന് ലെറ്റ്സ് ടേക്ക് എ പിക്ചർ, ലെറ്റ്സ് മേക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഔട്ട് ഓഫ് ദിസ്. വൈശാഖ് സാർ, ജിനു പ്രധാൻ, ബാക്കി അതിൻ്റെ പ്രവർത്തകരും എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ശരിക്കും ഓണം ഒരു പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഓണം അങ്ങനെ ആഘോഷിക്കാൻ പറ്റാറില്ല. ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്കതൊരു വലിയ നിറമുള്ളൊരു ഓണം കിട്ടി. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ കൂടാൻ തീരുമാനിച്ചൊരു ഓണം കൂടെയാണ്. അത് വലിയ വിജയമാക്കി തന്നെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഓണാഘോഷം, ഓണാശംസ. താങ്ക് യു. ഇന്നത്തെ ഒരുപാട് സന്തോഷമുണ്ട് എത്തിച്ചേർന്നതിൽ. ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു കഥ? ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ, ഞാനാണോ? ഇന്ദ്രൻ ചേട്ടൻ ലാലേട്ടൻ്റെ കൂടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു, ചിരി അടക്കി പിടിക്കാൻ പറ്റാണ്ട്. ലാൽ സാറിന് ഒരു കടമുണ്ടേ, അത് ഇതുവരെ വീട്ടിയിട്ടില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പലിശയും ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കുന്നില്ല. പെരിയെ വരുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരിക്കൽ അത് പറയാം. ഓക്കെ, അത് തിരിച്ചു തരാന്ന് പറഞ്ഞ് ചിരിച്ച് തള്ളിയതാണല്ലേ. എന്തായാലും നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടന്. താങ്ക്സ് എ ലോട്ട് ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ മേക്കിംഗ് us all proud. ആൻഡ് ഇതുപോലെ തന്നെ ഈ സിനിമയിലെ ആ ഒരു ആന്റിസിപ്പേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു നല്ല കൈയടി നൽകിക്കൊണ്ട് തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ക്യാരക്ടർ റോൾസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ജീവൻ കൊടുത്ത ഒരു ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ് കവികട ഓജു. താങ്ക് യു സോ മച്ച്. ഒരു പടം ഹിറ്റ് ആവുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടമാണത്. ഈ പടം സൂപ്പർ ഹിറ്റാണ്. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് അതിനേക്കാൾ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് എനിക്ക്. ഇതിൽ ഞാൻ ചെറിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ ഒരു മേജർ റോള് തന്നെ ഉണ്ട് എന്നാണ് എന്നോട് ജിനു പറഞ്ഞത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സിനിമ കണ്ട ആളാണ്. രാജു എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലർ എഫേർട്ടല്ല കേട്ടോ. ഓരോ ഫൈറ്റിന് കിന്തലിടി എന്ന് പറഞ്ഞാൽ കിന്തൽ ഇടിവെട്ട് ഫൈറ്റാണ് രാജു ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോവിയുടെ ക്യാമിയോ റോള്, ലാലേട്ടൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ വേറെ ആരും ഇല്ല. അതുപോലത്തെ എന്ത് പെർഫോമൻസും ഏത് രീതിയിലും ചെയ്യാൻ ഇതുപോലെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ ഇതിനകത്ത് എനിക്ക് എടുത്ത് പറയാനുള്ള സിനിമയിൽ വൈശാഖ് ഓരോ വർക്ക് കഴിയുമ്പോഴും ഇങ്ങനെ മൂർച്ച കൂട്ടി സംവിധാനത്തിൻ്റെ
വേറെ തലങ്ങളിലേക്ക് വരിക. വൈശാഖ് ഗംഭീരം. ഒരാളെ വേറെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ജോമോൻ ടി ജോൺ. പുള്ളിയെ കണ്ടില്ല, ജോമോനെ കണ്ടില്ല. ജോമോന്റെ മാസ്മരിക ഫോട്ടോഗ്രാഫി ഗംഭീരായിരിക്കുന്നു. ഹലോ. അതുപോലെ ഇതിൽ മൂന്ന് ഫൈറ്റ് 3 മാസ്റ്റേഴ്സാണ്. 3 പേരും അവരുടെ റോള് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇടിവെട്ട് ഫൈറ്റുകൾ. എന്തായാലും കുടുംബസമേതം എല്ലാവർക്കും തിയേറ്ററിൽ പോയി ആസ്വദിക്കാനുള്ള ഒരു ഫെസ്റ്റിവൽ മൂവി, അത് ഞാൻ ഉറപ്പു തരുന്നു. ഈ അവസരത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു ഓൾ. താങ്ക്സ് എ ലോട്ട്. ഇത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ആ സിനിമയുടെ ഒരു ഭാഗം എന്നതിനേക്കാൾ അപ്പുറം ഒരു പെർസ്പെക്റ്റീവ് ഓഫ് എൻ ഓഡിയൻസ് എന്നുകൊണ്ടാണ് അധികം സംസാരിച്ചത്. നല്ലൊരു കൈഡി കൊടുക്കാം. ആൻഡ് അതിൽ പറഞ്ഞൊരു കാര്യം, രാജുവിന്റെ ആ ഒരു എഫേർട്ട് അതിൽ ഭയങ്കര വിസിബിൾ ആണ്. എങ്ങനെ പറ്റുന്നതെന്ന് അറിയില്ല. കാരണം സ്ട്രെയിറ്റ് ഒരു mid-20s ലുക്ക്, ആൻഡ് യു ലുക്ക് എക്സാക്ട്ലി ലൈക്ക് mid-20s. അത് മാത്രമല്ല, അതിൽ ഫൈറ്റ് സീക്വൻസസ് ഒരു ഫുൾ ഫ്ലെജ് ഫൈറ്റ് മൂവി അല്ലെങ്കിൽ കൂടി അതിൽ ഞങ്ങൾ സിനിമ കണ്ട തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, ഇടി എന്നൊക്കെ പറഞ്ഞ കിൻഡൽ ഇടി. ദിസ് വാസ് എവ്രിബഡീസ് ഡയലോഗ്. ആൻഡ് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ ഓണത്തിന് ഇതൊരു ആഘോഷമാക്കി മാറ്റാൻ നമ്മളുടെ ഇടയിലേക്ക് മലയാളികൾക്ക് വേണ്ടി എത്തുമ്പോൾ ഇതിൽ ഒരുപാട് സർപ്രൈസസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ലാലേട്ടന്റെ അംബറിക്കൽ അഹമ്മദ് അലി ക്യാരക്ടർ നമുക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു. പക്ഷെ അറിയാത്ത 2 സർപ്രൈസ് ഉണ്ടായിരുന്നു ഇന്ന് തിയേറ്ററിൽ വെച്ച് നമ്മളെല്ലാവരും അറിഞ്ഞ സർപ്രൈസ്. അതിൽ ഒരാളിൽ ഞാൻ ആദ്യം തന്നെ തുടക്കം കുറിക്കുകയാണ്. വൺ ഓഫ് ദ മോസ്റ്റ് യുണീക് വേഴ്സറ്റൈൽ ആക്ടർ മലയാളം ഇൻഡസ്ട്രി ഓർ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ഹാവ് എവർ സീൻ. നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ സ്വന്തം സൗബിൻ ഷാഹിർ ഒരു നല്ല കൈയടി നൽകിക്കൊണ്ട് സൗബിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു വൺ ക്ലാസിക് ലുക്കിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ലുക്കിംഗ് ഡാഷിംഗ് എന്നൊക്കെ പറയില്ലേ. നമസ്കാരം. താങ്ക് യു വൈശാഖ് ചേട്ടാ, ജിനു ചേട്ടാ, രാജു ചേട്ടാ. പിന്നെ ജിനു ചേട്ടൻ ഈ കഥാപാത്രം അല്ല ഈ ക്യാരക്ടർ ഇങ്ങനത്തെ കുഞ്ഞൊരു പരിപാടി ഉള്ളൂ, നീ വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷപ്പെടുന്നു. കാരണം ഇതിലുള്ള കാര്യങ്ങൾ എല്ലാവരുടെ പേരുകളും കേട്ടപ്പോഴും ഇങ്ങനെയുള്ള വലിയൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗവും പറ്റിയ വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രാജുവേട്ടൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി തുറന്നു പറഞ്ഞത്. ഇത് വെറും തുടക്കം മാത്രമാണ്, ഇതിനങ്ങോട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. പിന്നെ വൈശാഖിനും ജിനോട്ടിനും കൂടി കുറച്ചും കൂടി കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി സന്തോഷം തോന്നിയത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വലിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണണം. കാരണം ഓണത്തിന് ഇറങ്ങിയാൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇറങ്ങാൻ പോകുന്നില്ല വെച്ചിട്ടാണ് ഇപ്പോഴും എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സദ്യയായിരിക്കും ഈ പറയുന്ന ഖലീഫ. അപ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു. ഖലീഫ ദ ലെഗസിയിൽ ഖലീഫ 2-ൽ കൂടുതലായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ നേരത്തെ ബിനോയ് സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് ഏറ്റവും വലിയ 2 സർപ്രൈസുകളൊന്നായിരുന്നു സൗബിൻ്റെ പ്രസൻസ്. അതോടൊപ്പം തന്നെ ടോവിനോടെ ശരിക്കും പറഞ്ഞാൽ കവിതാ തിയേറ്ററിൽ നമ്മളൊക്കെ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ആ സമയത്തുള്ള പ്രേക്ഷകരുടെ ഒരു റിയാക്ഷൻ വളരെ കുറച്ച് സമയം നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ആ കുറച്ച് സമയം അടിപൊളിയാക്കി. അല്ല, സീക്രട്ട് കറണ്ട് കഴിഞ്ഞിട്ടും അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ലോ ടോയുടെ അടുത്ത ഭാഗം എനിക്ക് തോന്നുന്നു ചോരക്കലയായിരിക്കും തോന്നുന്നു. ഒരു രക്ഷ ലുക്സ് ഇൻക്രെഡിബിൾ. സ്വാഗതം ചെയ്യാം മലയാളികളുടെ കിടിലൻ handsome hero, ladies and gentlemen, put your hands together for Tobino Thomas. വെറൈറ്റി ലുക്കിലാണല്ലോ ടോയി. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആവാൻ പറ്റുന്ന തിയേറ്ററിൽ തന്നെ. ഞാനിതിനു മുമ്പ് ഞങ്ങൾ ലൂസിഫറിൻ്റെ സമയത്തും ഇബ്രാൻ്റെ സമയത്തും കവിതയ്ക്ക് ഇതുപോലെ രാവിലെ തന്നെയുള്ള ഷോ കാണുമ്പോൾ ഇത്തരം ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഏറ്റവും നന്നായി ആസ്വദിക്കാൻ വന്നിട്ടുള്ള ആളുകളോട് ഇരുന്ന സിനിമ കാണുമ്പോൾ ഒരു ഫീൽ അത് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് അനുഭവിക്കാൻ വേണ്ടി തന്നെ ഞാൻ വേറെ ഷൂട്ടിൻ്റെ ഇടയ്ക്കായിരുന്നു പറഞ്ഞത്. അതിന് വേണ്ടി തന്നെ ഇന്നലെ തന്നെ അങ്ങോട്ട് പോകുന്നു. ഭയങ്കര സന്തോഷം. താങ്ക് യു ജിരി ചേട്ടാ, വൈശാഖ് ചേട്ടാ, രാജു ചേട്ടാ, ഈ ഒരു സിനിമയിൽ എന്നെയും കൂടെ ഭാഗമാക്കിയതിൽ. ഞാനിതിൻ്റെ ഫസ്റ്റ് ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് അന്ന് ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ല. അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പക്ഷേ ഇതിലെന്താ ഞാനില്ലാത്തത് എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ വിളി വരുന്നത്. അപ്പം തന്നെ ഞാൻ ചാടി പിടിച്ചു. പിന്നെ ഈ സിനിമയിൽ
അങ്ങനെ എനിക്ക് ഡയലോഗോ അങ്ങനെ പ്രത്യേകിച്ച് മാസ്മരിക ആക്ഷൻ രംഗങ്ങളോ ഒന്നുമില്ല. ഫിലിം മേക്കിംഗ് വെച്ച് മാത്രം എനിക്ക് ഏറ്റവും നല്ലൊരു സിനിമയിലെ ഏറ്റവും കൊള്ളാവുന്നൊരു സീനിൽ ഏറ്റവും കൊള്ളാവുന്ന മൊമെന്റ് എനിക്ക് വേണ്ടി കരുതി വെച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ബാക്കി എനിക്കും ഇതിനെപ്പറ്റി ടൂവിനെ പറ്റിയിട്ട് എനിക്കിതിൻ്റെ ഒരു വളരെ ചെറിയൊരു ലൈൻ എനിക്ക് ജിൻചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് സിനിമയാവാനും അത് ആളുകൾ കാണാനും ഞാനും വെയിറ്റ് ചെയ്യാണ്. ഈ സിനിമയെ ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കിടിലം ഒരു പെർഫോമൻസ് തന്നെ ടൂവിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അതെ, ഞാനും ഫുൾ കിണ്ടലിടിയാണോ ടോയി അതില്? തോക്കൊക്കെ ഉണ്ടല്ലോ, വെടിവെച്ചല്ല. പിന്നെ വെറുതെ ഇടിച്ച് നമ്മുടെ ശക്തി കളയുന്നല്ലേ. ഒരു നല്ല കൈരി തോമസ്. ആൻഡ് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ ഒരു വി ആർ വൈൻഡിങ് ഇറ്റ് അപ്പ് ഹിയർ ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു ഒറ്റ മേജർ റീസൺ, ഒറ്റ മേജർ കോസ് ആയിരുന്നു. അത് ഇവിടെ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് വാസ് ഓൾ അബൌട്ട് this what we have right behind us, Khalifa the Legacy Part 2, a Vaishak movie written by Jinovi Abraham. അപ്പോൾ ഇനി മലയാളക്കരയിൽ മലയാളത്തിലെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ ഒരു കാത്തിരിപ്പായിരിക്കും. പക്ഷെ ഇപ്പോഴും ഇന്ന് റിലീസായ സിനിമ അതില് കുറച്ച് ദിവസങ്ങൾ മുൻപ്, ഏകദേശം ഒരു 3-4 ആഴ്ച മുൻപാണ് അതിലൊരു പാട്ട് വരുന്നത്. ആ പാട്ട് വന്ന് അത് ഭയങ്കര ഹിറ്റായി. നമ്മളെല്ലാവരും ഇപ്പോൾ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. സോ ഇത് നമ്മളിവിടെ ഒഫീഷ്യലി വൈൻഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ആ ഒരു പാട്ട് കൂടി കാണാം. സോ ലെറ്റ്സ് പ്ലേ ദ സോങ്. Did you wait too long? Tell him that you love him, but he's already gone, darling. Did you make two wrongs? Know that daddy never made a right before, darling. You were never made to be the judge, darling. He never changed, just wait for me to budge, darling. It's feeling like a cold dark wind and the sun still behind the trees, yeah. She asked me if I had another minute and I didn't have the heart to leave, yeah. It's feeling like a cold dark wind and the sun still behind the trees, yeah. She asked me if I had another minute and I didn't have the heart to leave. One day I'll be everything you ever wanted. Until then I'll be out here fighting like it's nothing through the cold dark winter. Did you say goodbye, knowing damn well everybody gon' die someday? Did you waste my time, knowing damn well we can press rewind? One day I'll be everything you ever wanted. Until then I'll be out here fighting like it's nothing through the cold dark winter. It's feeling like a cold dark wind and the sun still behind the trees, yeah. She asked me if I had another minute and I didn't have the heart to leave, yeah. It's feeling like a cold dark wind and the sun still behind the trees, yeah. She asked me if I had another minute and I didn't have the heart to leave. One day I'll be everything you ever wanted. Until then I'll be out here fighting like it's nothing through the cold dark winter. It's feeling like a cold dark wind. It's feeling like a cold dark wind. It's feeling like a cold dark wind and the sun still behind the trees, yeah. She asked me if I had another minute and I didn't have the heart to leave, yeah. It's feeling like a cold dark wind and the sun still behind the trees, yeah. She asked me if I had another minute and I didn't have the heart to leave. It's feeling like a cold dark wind and the sun still behind the trees, yeah. She asked me if I had another minute and I didn't have the heart to leave. It's feeling like a cold dark wind and the sun still behind the trees, yeah. She asked me if I had another minute and I didn't have the heart to leave, yeah. It's feeling like a cold dark wind and the sun still behind